RSS ശാഖയിലേക്ക് കുട്ടികളെ ദണ്ഡ് പഠനത്തിന് അയക്കുന്ന രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. സ്വയം സേവകരുടെ ദണ്ഡപഠനം എന്താണെന്ന് ഒരു യുവാവിന്റെ ആത്മഹത്യാക്കുറിപ്പ് തെളിയിക്കുകയാണ്. കോട്ടയം സ്വദേശിയായിട്ടുള്ള അനന്തു RSS ശാഖയിൽ അനുഭവിക്കേണ്ടി വന്ന ക്രൂരമായ ലൈംഗിക പീഡനത്തെക്കുറിച്ച് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് എഴുതി കുറിച്ചതിന് ശേഷം സ്വന്തം ജീവൻ അവസാനിപ്പിച്ചിരിക്കുകയാണ്. കേരളത്തിലെ രക്ഷിതാക്കൾ നിങ്ങളുടെ കുട്ടികളെക്കുറിച്ച് ശ്രദ്ധാലുക്കളാണെങ്കിൽ ഈ പറയുന്ന കുറിപ്പ് നിങ്ങൾ വായിക്കാതെ പോകരുത്, അറിയാതെ പോകരുത്. കോട്ടയം സ്വദേശിയായ അനന്തു ചെറുപ്രായം മുതൽ ശാഖയിൽ പോയിരുന്ന വ്യക്തിയാണ്. ശാഖയിലെ ആ സ്വയം സേവകരിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന ക്രൂര പീഡനങ്ങളെക്കുറിച്ച് എണ്ണി എണ്ണി അദ്ദേഹം ഒരു കുറിപ്പ് പങ്കുവച്ചതിന് ശേഷം ഹൃദയം തകർന്ന് ജീവനൊടുക്കുമ്പോൾ കേരളത്തിലെ RSS ശാഖകൾക്കകത്ത് സ്വയം സേവകർ എങ്ങനെയാണ് വിദ്യാർത്ഥികളെ ക്രൂര പീഡനങ്ങൾക്കും ലൈംഗിക പീഡനത്തിനും ഇരയാക്കുന്നു എന്നതിന്റെ തെളിവ് കൂടിയായി മാറുകയാണ്. ആ കുറിപ്പിന്റെ ചില പ്രസക്ത ഭാഗങ്ങൾ നിങ്ങൾ കേൾക്കണം. 3-4 വയസ്സുള്ളപ്പോൾ മുതൽ എൻ്റെ അയൽവാസിയായ ആ പിതൃശൂന്യൻ എന്നെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കി. എന്നെ നിരന്തരം പീഡിപ്പിച്ചു. ലൈംഗികമായ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ശരീരത്തോട് ചെയ്തു. എൻ്റെ കുടുംബത്തിലെ അംഗത്തെ പോലെ, എൻ്റെ സഹോദരനെ പോലെയായിരുന്നു അയാൾ. എന്നെ RSS ക്യാമ്പിൽ വെച്ചും ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ഇത്രയും വെറുപ്പുള്ള ഒരു സംഘടനയില്ല. ഞാൻ വർഷങ്ങളോളം പ്രവർത്തിച്ച സംഘടന ആയതുകൊണ്ട് എനിക്ക് നന്നായി അറിയാം. ജീവിതത്തിൽ ഒരിക്കലും ഒരു RSS പ്രവർത്തകനെ സുഹൃത്താക്കരുത്. നിങ്ങളുടെ അച്ഛനാണെങ്കിലും സഹോദരനാണെങ്കിലും മകനാണെങ്കിൽ പോലും അവരെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. അത്രയ്ക്ക് വിഷം കൊണ്ട് നടക്കുന്നവരാണ് RSSകാർ. ഇനിഷ്യൽ ട്രെയിനിങ് ക്യാമ്പിലും ഓഫീസേഴ്സ് ട്രെയിനിങ് ക്യാമ്പിലും വെച്ച് എന്നെ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ട്. ലൈംഗിക പീഡനം മാത്രമല്ല, ക്രൂരമായ ആക്രമണത്തിനും ഇരയായി. അവരുടെ ദണ്ഡ് ഉപയോഗിച്ച് എന്നെ തല്ലിയിട്ടുണ്ട്. അവർ ഒരുപാട് പേരെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നുണ്ട്, പീഡിപ്പിക്കുന്നുണ്ട്. ഇപ്പോഴും അവരുടെ ക്യാമ്പിൽ നടക്കുന്നത് പീഡനങ്ങളാണ്. ഞാൻ ഇതിൽ നിന്ന് പുറത്തു വന്നത് കൊണ്ടാണ് എനിക്കിത് പറയാൻ പറ്റുന്നത്. ജീവിതത്തിൽ ഒരിക്കലും ഒരു RSSകാരനുമായും ഇടപഴകരുത്. എന്നെ പീഡിപ്പിച്ച എന്നെ ഒരു സജീവ RSS BJP പ്രവർത്തകനാണ്. എനിക്കറിയാം, ഞാൻ മാത്രമല്ല ഇവന്റെ ഇര. മറ്റു പല കുട്ടികളും ഇവന്റെ അടുത്ത് നിന്ന് പീഡനം നേരിട്ടിട്ടുണ്ട്. RSSന്റെ ക്യാമ്പുകളിൽ നിന്നും പീഡനങ്ങൾ പതിവാണ്. ഇവരുടെ ക്യാമ്പുകളിലും ശാഖകളിലും വെച്ച് ഒരുപാട് കുട്ടികൾ പീഡനത്തിന് ഇരയാവുന്നുമുണ്ട്. ഇവരെയൊക്കെ രക്ഷപ്പെടുത്തി ശരിയായ കൗൺസിലിംഗ് കൊടുക്കേണ്ടതാണ്. ഇവൻ കാരണം പീഡനത്തിനിരയായവർ അത് തുറന്നു പറയണം. ഇവനെയൊക്കെ തുറന്നു കാട്ടേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഇവൻ ഇനിയും പലരെയും പീഡിപ്പിക്കും. അവന് ഒരു കുട്ടി ഉണ്ടായാൽ അതിനെയും ദുരുപയോഗം ചെയ്യാൻ മടിയില്ലാത്തവനാണ്. അത്രയ്ക്ക് വിഷമാണ് പീഡോ ആയ അവൻ. ഞാനിപ്പോൾ അനുഭവിക്കുന്ന OCD എത്ര ഭീകരമാണെന്ന് പറഞ്ഞറിയിക്കാനാകില്ല. വിഷാദത്തിന്റെ അങ്ങേയറ്റത്ത് കൊണ്ട് അത് എത്തിക്കും. OCD ഉള്ള ഒരാളുടെ മനസ്സ് ഒരിക്കലും അയാളുടെ കയ്യിൽ നിൽക്കില്ല. മറ്റൊരാൾ നമ്മുടെ മനസ്സ് നിയന്ത്രിക്കുന്നത് പോലുള്ള അവസ്ഥയാണ്. ഉത്കണ്ഠ കൂടുമ്പോൾ മരണമാണ്. അതിൽ നിന്ന് മോചനം ലഭിക്കാനുള്ള ഏക വഴിയെന്ന് തോന്നും. രക്ഷിതാക്കൾ മക്കൾക്ക് ശരിയായ ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കണം. അവർക്ക് നല്ല സ്പർശനത്തെക്കുറിച്ചും മോശം സ്പർശനത്തെക്കുറിച്ചും പറഞ്ഞു കൊടുക്കണം. അവരുടെ കൂടെ സമയം ചെലവഴിക്കണം. എപ്പോഴും ദേഷ്യപ്പെടുന്ന രക്ഷിതാവാകാതിരിക്കുക. അവരെ കേട്ടിരിക്കാൻ ക്ഷമ കാണിക്കുക. RSS ശാഖകളിലേക്ക് കുട്ടികളെ അയക്കുന്ന രക്ഷിതാക്കൾക്കെല്ലാം വിശദമായിട്ടുള്ളൊരു ഉപദേശം കൂടി ആ കുറിപ്പിൽ പങ്കുവെക്കുന്നുണ്ട്. അത്രമാത്രം മാനസിക പീഡനങ്ങളും ശാരീരിക പീഡനങ്ങളും ഏറ്റുവാങ്ങിയതിനു ശേഷമാണ് രോഗബാധിതനായതിനെ തുടർന്നാണ് അദ്ദേഹം ജീവനൊടുക്കിയത്. അതായത് ശാഖയ്ക്കകത്ത് വെച്ച് നിരന്തരം ലൈംഗിക ചൂഷണത്തിനിരയാക്കി ഒരു വ്യക്തിയെ ഈ ഭൂമിയിൽ നിന്ന് അവസാനിപ്പിച്ചിരിക്കുകയാണ്. എത്ര നികൃഷ്ട ജന്മങ്ങളാണ് വിശ്വാസത്തിന്റെ മറ പിടിച്ച് ഇതുപോലെ ആൺകുട്ടികളെ പ്രകൃതി വിരുദ്ധ പീഡനങ്ങൾക്ക് ഇരയാക്കുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ്. ശാഖകൾക്കുള്ളിൽ അയക്കുമ്പോൾ അവിടെ സുരക്ഷിതരാണെന്ന് നിങ്ങൾ കരുതുമ്പോൾ ഒരു പക്ഷേ കുട്ടികളെയെല്ലാം ഭീകരമായ മർദ്ദനത്തിനും പീഡനത്തിനും ഇരയായതിനു ശേഷം നിങ്ങളോട് പറഞ്ഞാൽ വച്ചേക്കില്ല എന്ന ഭയപ്പെടുത്തലായിരിക്കാം പലതും തുറന്നു പറയാത്തത്. അതുകൊണ്ട് വിശ്വാസത്തിന്റെ പേരിൽ കുട്ടികളെയൊക്കെ ഇത്തരം ഇടങ്ങളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അവർ അനുഭവിക്കുന്ന മാനസിക പീഡനങ്ങളെക്കുറിച്ച് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. അവർ മൗനിയാവുകയോ അവർ സംസാരിക്കുന്നത് കുറവാകുമ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാകാം അത് മാനസികമായി അവൻ പക്വതയാർജിക്കുന്നതാണെന്ന്. ഒരിക്കലും ആയിരിക്കില്ല. ഇത്തരം പീഡനങ്ങളിൽ ഭയന്ന് അവൻ സ്വയം അവനിലേക്ക് ഒതുങ്ങുന്നതിന്റെ തെളിവ് കൂടിയാണെന്ന് തിരിച്ചറിയേണ്ടതുണ്ടെന്ന് അനന്തുവിന്റെ ആ കുറിപ്പ് തെളിയിക്കുന്നുണ്ട്. അതുകൊണ്ട് രക്ഷിതാക്കൾ ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ ഓരോ വ്യക്തിയും ഓരോ കുട്ടിയും വളർന്നു വന്നതിന് ശേഷം അവന്റെ ഇഷ്ടാനുസരണം അവന്റെ ജീവിതം തിരഞ്ഞെടുക്കട്ടെ എന്ന നിലയിലേക്ക് മാറേണ്ടതുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ നേർസാക്ഷ്യമാണ് അനന്തുവിന്റെ ജീവിതമെന്ന് പറയേണ്ടി വരികയാണ്.